ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാമിഉൽ മാലി വൽ മാലുല്ലദീ ജമഅ ശുഹൻ അലൈഹി കയർബുഇൻ വമദ്ദഖറാ. വജാമിഉൽ മാലി, സമ്പത്ത് ഇങ്ങനെ കൂട്ടി വെക്കുന്നവൻ. വൽ മാലുല്ലദീ ജമഅ, ഓൻ കൂട്ടി വെച്ച മുതലും. എന്നാ കൂട്ടി വെച്ചത് ഷുഹൻ അലൈഹിനെ മേൽപ്പിച്ചിട്ട് കൊടുത്താൽ പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടിക്കന്നെ എത്ര കിട്ടിയാലും ചിലവാക്കൂല. സൂക്ഷിക്കന്നെ കൊല്ലങ്ങളോളം തിന്നാളുകൾ കൂട്ടിച്ചേക്കുകയാണ്. ഈ ആരെ പോലെയാണ് ഈ രണ്ടും എന്നറിയാമൊക്കെ? എർബോയ് മുഹമ്മദ് ദഹറ. ഈ എർബോയ് എന്ന ജീവിയെ പോലെയും അത് ഒരുമിച്ച് കൂട്ടി വെക്കുന്നതായ മുതൽ ധാന്യമേൽ ഹുബൂബി ധാന്യങ്ങളെ പോലെയുമാണ്. എർബോയ് എന്ന് പറഞ്ഞാൽ പെരിച്ചാഴിന്ന് മാനക്കലുണ്ട്. യഥാർത്ഥത്തിൽ പെരിച്ചാഴി നമ്മളെ കാണുന്ന പെരിച്ചാഴി ആവില്ല. കാല് നീളം കൂടിയതും കൈകൾ നീളം കുറഞ്ഞതുമായ നമ്മളെ നാട്ടിൽ കാണുന്ന പെരിച്ചാഴിയോട് ഏതാണ്ട് സാദൃശ്യമുള്ളൊരു ജീവിയാണ് എർബോയ് എന്ന് പറഞ്ഞത്. അതിന് മലയാളം കേട്ടിട്ടില്ല. അത് തിന്നാൻ പറ്റിയ ജീവിയാണ് എർബോയ്. ഇത് കണ്ട് നമ്മുടെ നാട്ടിലുള്ള പെരിച്ചാഴി തിന്നാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും എർബോയിനെ പോലെയും അത് കൂട്ടിവെക്കുന്ന മുതൽ പോലെയുമാണ് പിന്നെ ഹുബൂബി ധാന്യങ്ങളാൽ. എങ്ങട്ടാ കൂട്ടിയേക്കണത്? ആമീൻ, അടുത്ത കൊല്ലത്തേക്ക്. അടുത്ത കൊല്ലം വരെ ജീവിക്കന്നെ ഉണ്ടാവില്ല അത്. എന്നാലും കൊല്ലങ്ങളോളം ജീവിക്കാനുള്ളത് കൂട്ടിയേക്കും. മാസങ്ങളോളം ആയുസേന് ഉണ്ടാവുള്ളൂ, എന്നാലും കൊല്ലങ്ങളോളം അത് സൂക്ഷിച്ചേക്കും. യുഹറ മീനൽ ഹുബൂബിലി ആമി യുഹറജാനി മഅ വദാ തഅമുൻ വദാ കല്ലുദു മുഫദ്ദകിറാ. യുഹറജാനി മഅൻ, രണ്ടാളെയും പൊത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. കൂട്ടിച്ചിന് കുറേ ധാന്യങ്ങളും കുറേ കിഴങ്ങുകളും വർഗ്ഗങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടിന് പുറപ്പെടുവിക്കപ്പെടും. വദാ, അത് ഉണ്ടാക്കി വെച്ച മുതൽ ത്വാമുൻ, അത് പുറപ്പെടുവിക്കുന്ന ആൾക്ക് ഭക്ഷണവുമാണ്. വദാക്കൽ ഉദ്വദാക്ക, ഈ പെരിച്ചാഴി ലുതുമു, അതിക്കുള്ള കറിയുമാണ്, കൂട്ടാനുമാണ്. ഫദ്ദിക്ര, നല്ല ചിന്തിച്ചോ. എന്ന പോലെ തന്നെയാണ് മധുര ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ മക്കൾക്ക് പിൽക്കാലത്തുള്ള ആളുകൾക്കും കടിപിടി കൂടാനല്ലാതെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. فكنا للأرض معوانا لذي عملي وإن ساء وذا من خلق أهراري فالقصب يعطي عسيرا لذ شاربه وإن تعذبه يوما بمعصاري. ഫക്കുന്നി ആയിക്കോ അല്ലാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മെഴുവാനല്ലതി അമലിൻ, കൊതിയുടെ വരെ നന്നായി സഹായിക്കുന്നവനായിക്കോ. നല്ലോണം ആഗ്രഹമുള്ളവർക്ക് പൊയ്ക്കും പോലെയൊക്കെ തടികൊണ്ടും മനസ്സുകൊണ്ടും നാവുകൊണ്ടും മുതലുകൊണ്ടൊക്കെ സഹായിക്കുന്നവനായിക്കോ. വൈനസാ, ഓ നമ്മളോട് ഇങ്ങോട്ട് പാണ്ഡാവൃത്തി ചെയ്താലും നമ്മൾ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുക. അതാ ഈ സ്വഭാവം ഈ ഹുലുക്കി അഹ്റാരീൻ, അഹ്റാറുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കൽബിൽ ഇടുക്കല്ലാത്ത സങ്കുചിത മനസ്സില്ലാത്തവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഫൽ കസ്ബു, ഈ കരിമ്പ് എന്ന സാധനം എഴുത്തി അസീറൻ, നല്ല ചാറ് തരുന്നു, നല്ല നീര് തരുന്നു. ലദ്ദ ഷാരിബുഹു, അത് കുടിച്ചവർക്ക് എന്തോ ഒരു ആനന്ദമാണ്. അങ്ങനെയുള്ള രുചികരമായ നല്ല നീര് കെട്ട് തരുന്നു. വൈൻ ദ്വാദിബുഹു, അതിനെ നീ അടങ്ങേറാക്കിയാലും യൗമൻ, ഒരിക്കൽ മേസാരി, അതിൻ്റെ മെഷീനിലിട്ടിട്ട് അതിനെ അടിക്കുന്ന മെഷീനിലിട്ട് കാണ്ട് നീ അതിനെ അടങ്ങേറാക്കിയാലും നമുക്ക് കുടിക്കാൻ നല്ല വെള്ളമല്ലേ അത് തരുന്നത്. ഒരിക്കലും കയ്പുള്ള വെള്ളം തരുന്നില്ലല്ലോ. ولا يغرنك ذا مال جلائله فيها لك النار وإن لم يروى الشكر ولا يغرنك, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ദാമാലിയുടെ മുതലാളിയെ, നിന്നെ വഞ്ചിക്കരുത് കേട്ടോ. ജലായിലുഹു, എൻ്റെ മുതലിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിലപിടിപ്പുള്ളത്. അവരിങ്ങനെ വിചാരിക്കുക, എൻ്റെ പെട്ടിയിൽ മുത്തുണ്ട്, പവിഴുണ്ട്, സ്വർണ്ണമുണ്ട്, ആധാരമുണ്ട്. അപ്പോൾ അത് കണ്ടുങ്ങാണ്ട് പെടാൻ നിൽക്കണ്ടട്ടോ. ഫീഹാലക്കന്നാർ, അതിലൊക്കെ നിനക്ക് തീ വരാണ്ട് ദുന്യാവിലോ ആഖിറത്തിലൊക്കെ. ഇല്ലം യഹ്റുവ ശുക്രു, അതിനൊക്കെ ഇനി നിൻ്റെ ഭാഗത്തിൽ നിന്ന് നന്ദി പുതുതാവുന്നില്ല എങ്കിൽ, സംഭവിക്കുന്നില്ല എങ്കിൽ, ഒരു നന്ദി നിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ അതൊക്കെ നിനക്ക് തീയായി മാറും. എപ്പോഴും നമുക്കതിന് നന്ദിയും ശുക്റും അൽഹംദും ഉണ്ടാവണം. فبينما المزن أمطارا يصب رما منه الصواعق لما يطفئها المطر. وبينما المزن أمطارا, ഒരു മേഘം അംതാറൻ യസുബു, മഴകളെങ്ങനെ ചൊരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ബൈനമാ യസുബുൽ മുസ്നു എന്നാണ് ഉണ്ടാകുക. അപ്പോൾ ബൈനമാ യസുബുൽ മുസ്നു അംതാറൻ, കാർമേഘം
മഴകളങ്ങനെ ചൊരിക്കുന്നതിനിടയിൽ റമാമിൻഹു സവായിക്ക, അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇങ്ങോട്ട് ഇടിമിന്നലിനെ എറിയും. ലമ്മ എത്തിഫിയാൽ മാത്രമോ, ഈ മഴയൊന്നും അതിനെ കെടുത്തൂല. മഴ എന്ന സാധനം വെള്ളമാണ്, വെള്ളം തീയെടുത്തുന്ന സാധനമാണ്. പക്ഷേ ഈ തീയിനൊന്നും ഈ തീയിനെ കെടുത്താൻ ആർക്കും കഴിയൂല, ആ മഴവെള്ളത്തിന് കഴിയൂല എന്നതുപോലെ ഒരാൾ ബുദ്ധി കമ്മിയാണ്, നല്ല മുതലുണ്ട്. വേറൊരാൾ ബുദ്ധി നല്ലോണ്ട്, മുതൽ കുറവാണ്. ആരാ ജയിക്കാൻ നോക്കുക നമുക്ക്? ഇന്ന സഫിയാന്ന് വെച്ചാൽ പൊട്ടൻ. വൈൻഫിൽ മാലി അക്സറ, അവൻ മുതൽ അധികരിച്ചവനാണെങ്കിലും ലാ യുഗാലിബു, അവൻ ജയിക്കൂല ബിഹി, അവൻ്റെ മുതൽ കൊണ്ട് മറ്റൊരാളോട്. എങ്ങനത്തെ മറ്റൊരാളാണ്? യോജതിലഹുല്ലാക്കലു, അവന് ബുദ്ധിയെത്തിക്കപ്പെട്ടിന്. മുതൽ കുറവാണെങ്കിലും ബുദ്ധി ഉണ്ടോ അവന്? ഈ ബുദ്ധിയുള്ളോ ഓ എങ്ങനെയും രക്ഷപ്പെടും. മറ്റോ മുതലുണ്ടായിട്ട് തന്നെ ഉള്ളൂ. പൊട്ടനാണ്, ആ പൊട്ടൻ എവിടെയും തോൽക്കുള്ളൂ. അവനെന്താ കാട്ടേണ്ടതെന്ന് അറിയില്ലല്ലോ മുതൽ. ഏതുപോലെ വസുർഫത്തുൽ വലഹാ അൽഫും മിനർരിജിലി മാ സയ്യാഫു അസാദ് ലൈസ ലഹ റിജ്ലു. വസുർഫത്തുൻ, ഒരു തേരാട്ടാന്ന സാധനം. വലഹാ അൽഫും മിനർരിജിലി, അതിന് 1000 കാലുണ്ടായേക്കാം. എന്നാൽ മാ സയ്യാഫ്, പാമ്പ് ഓടുന്നത് പോലെ സായത്ത് ഓടൂല. ലൈസത്തിൽ ലഹ റിജ്ലു, പാമ്പിനൊരു കാല് പോലും ഇല്ല. ശരി, പാമ്പിൻ്റെ സ്പീഡ് ഈ തേരാട്ടം കിട്ടൂലല്ലോ 1000 കാലുണ്ടായിട്ടും. അംവാലി, സമ്പത്തിൻ്റെ മേൽ നീ വാദിക്കുകയാണെങ്കിൽ, എങ്ങനത്തെ സമ്പത്താണ്? തതുഹുറുഹ, അതിങ്ങനെ കൂട്ടിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നീ വാദിച്ചാൽ? ബിൽ മിൽക്കി, നിൻ്റെ ഉടമയാണെന്നുകൊണ്ട്. ആ 10 സെൻറ്റ് എൻ്റെതാണ്, അതിരയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉടമത്തം ഇങ്ങനെ വാദിക്കുമ്പോൾ തൽഹക്കോൻ അന്യാബിഹ, തേറ്റപ്പല്ല് കാട്ടി ചിരിക്കുന്നില്ലായിരുന്നു, ഓമിച്ചിരിക്കുന്നുണ്ട്. ഇജകൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളതാണ്, 4 ദിവസം കഴിഞ്ഞ് അവിടുന്ന് പോകാനുള്ളതാണ്, അതൊക്കെ എൻ്റെതാണ് പറഞ്ഞിങ്ങനെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ ഭൂമി പോലും ചിരിക്കുന്നുണ്ട്. ഏതുപോലെ? ലഹിക്ക് ആഹിറത്തി, ഒരു വ്യഭിചാരിച്ചു പെണ്ണി ചിരിക്കും പോലെ. എപ്പം? ഇത് കബ്ബലഹൽ ബായലു, തൻ്റെ ഭർത്താവ് ചുംബിക്കുമ്പോൾ ഇബനൻ, മകനെ, എൻ്റെ കുട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുട്ടിനെ മോനെ പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഭർത്താവ് ചുംബിക്കുമ്പോൾ ആര് ചിരിക്കുകയാണ്? ഈ കുട്ടിൻ്റെ ഉമ്മ ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തത്ത് അനലി സിവാഹു, മറ്റൊരാൾക്കാണ് ഈ കുട്ടീനെ അവൾ കൊണ്ടുവന്നത്. ആ കുട്ടി ആർക്കുള്ളതാണ്? വേറെ ആൾക്കുള്ള കുട്ടിയാണ്, ഇവൻ്റെ അല്ല. ഈ ഭർത്താവിൻ്റെ വിചാരം എൻ്റെ കുട്ടിയാണ്. അറജുമു അയത്തരുള്ളൂ, ആ ഇവനാണ്, ഈ പെണ്ണാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ആ ശിവണ്ടല്ലോ മറ്റേ ചങ്ങായി, ഓനൊക്കെ വെളിവാകേണ്ട ആളാണ്, അഥവാ എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ആളാണ്. അങ്ങനത്തെ ഒരു വേറൊരാൾക്കുണ്ടായ കുട്ടിനെയാണ് ഈ ഭർത്താവ് ചുംബിക്കുന്നത്. അത് കാണുമ്പോൾ ഈ പെണ്ണിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നതുപോലെ ഭൂമി നമ്മളുടെ ഈ അവകാശവാദം കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. മാലുദ്ദീപാ കദ്നമാ യൗമം വയൗമൻ കമാ യൻമുൽ ഹിലാലു റുഖിയം മൻസിലൻ ആലി ഹത്താ ഇദാ തമ്മ ബദ്റൻ തമസ്സഹു മഹഖു യൗമം വയൗമൻ വദാ കദാ മാലുദ്ദീബൽ ഖാലി. മാലുദ്ദീപ പലിശ മുതൽ കദ്നമ, അതിങ്ങനെ വളരും. യൗമം വയൗമൻ, ദിവസം വളരും. ഇത്ര ശതമാനം പലിശയല്ലേ? അപ്പം അങ്ങനെ 10 ലക്ഷമായിരുന്നു. പലിശക്കാരെന്ത് കാട്ടി? അത് 1 ലക്ഷം 2 ലക്ഷം ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ലക്ഷമായി, 4 ലക്ഷമായി, ഏറി ഇങ്ങനെ പോവല്ലേ. കമാനുൽ ഹിലാലു, പിറചന്ദ്രൻ വളരും പോലെ, റുക്കിയൻ കയറിയതായ നിലയിൽ, മൻസിലനാലി ഉന്നതമായ സ്ഥലത്തേക്ക്. ഒന്നിൻ്റെ ഇവിടെ ഉദിക്കും, 2 കുറച്ച് വലുതായിട്ട് ഉദിക്കും, 3 കുറച്ച് മേലെ ഉദിക്കും. അങ്ങനെ പോയി അത്തായിതാ തമ്മ ബദറൻ, പൗർണമിയായി പൂർണ്ണമാകുമ്പോൾ 14 രാവിൻ്റെ അന്ന് പൗർണമിയായി വട്ടം പൂർണ്ണമായിട്ട് വരുമ്പോൾ മസ്സത്തുഹു മഹക്കു, അപ്പോൾ അതിന് ഏത് സ്പർശിക്കാൻ തുടങ്ങും? മായൽ 15-ൻ്റെ അന്ന് കുറച്ച് ചെറുതാവും, 16-ന്ന് ഇനിയും ചെറുതാവും, 17-ൻ്റെ അന്ന് പിന്നെയും ചെറുതാവും, ചെറുതായി യൗമം ഫയൗമൻ, ദിവസം ചെറുതായി അതിന് മാഞ്ഞു പോകലതിന് സ്പർശിക്കും. കഥ ഇപ്രകാരം മാലുദ്ദീബൽ ഖാലി, വില പിടിച്ചതായിരിക്കുന്ന റിബൻ്റെ മുതലും ഇങ്ങനെ തന്നെയാണ്.
കുറച്ചൊക്കെ പൊന്തി പൊന്തി ഇങ്ങനെ വരും, വേറെ ഭാഗത്ത് കൂടെ അങ്ങനെ താന്ന് താന്ന് പോവുകയും ചെയ്യും. അല്ലാഹ്